വലിയ പാലം എന്ന ആഗ്രഹം ഇതുവരെ സഫലമാകാത്തതിന്റെ നിരാശയിലും അമർഷത്തിലുമാണ് കോഴിക്കോട് പുതിയ പാലം നിവാസികൾ. നിർമ്മാണം തുടങ്ങിയ 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ പാലത്തിന്റെ പ്രവൃത്തി ഇതുവരെ എങ്ങും എത്തിയില്ല. താൽക്കാലിക പാലത്തിലൂടെ വാഹനം കൊണ്ടുപോകാൻ കഴിയാത്തതും സമീപത്തെ റോഡിലെ ചെളിയുമെല്ലാം ഇവർക്ക് പ്രതിസന്ധിയാകുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. ഇരുചക്ര വാഹനയാത്ര പോലും ദുർഘടമായ പുതിയ പാലത്ത് നിലവിലെ പാലത്തിനു പകരം വലിയ പാലം നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് 2022-ലാണ്. 2022 ജൂലൈയിൽ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലം 1.5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ വർഷം 3ആയിട്ടും പ്രവൃത്തി എങ്ങും എത്താത്തതാണ് പ്രദേശവാസികൾക്ക് പ്രതിസന്ധിയാകുന്നത്. ഒരു മഴ പെയ്താൽ പാലത്തിന്റെ സമീപത്തെ റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശവാസികൾ വളരെയധികം പ്രശ്നത്തിലാണ്. ആക്ച്വലി മുന്നോട്ട് പോകണമെങ്കിൽ ചളി ചവിട്ടാണ്ട് പോകാൻ പറ്റുന്നില്ല. അതിൽ പണി നടക്കുന്ന ഒരു ഭാഗത്ത് പണി നടക്കുന്നുണ്ട്, വളരെ സ്ലോയിലാണ് നടക്കുന്നത്. ഓണത്തിന് തുറന്നു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഓണത്തിന് തുറക്കാൻ ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അതിൻ്റെ സെൻറ്ററിൽ പോലും പണികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാരണം. കനോലി കനാലിന് കുറുകെ 195 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലം തളി ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി മീഞ്ചന്ത മിനി ബൈപ്പാസിൽ അവസാനിക്കുന്നതാണ്. മിക്ക ദിവസങ്ങളിലും പണി നടക്കാറുണ്ടെങ്കിലും ഡ്രൈനേജ് നിർമ്മാണവും ആർച്ച് നിർമ്മാണവും എല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ചുരുക്കി പറഞ്ഞാൽ ഇതിപ്പം തീരേണ്ട സമയം കഴിഞ്ഞ് നമ്മൾ വരെ വർക്കൊക്കെ കണ്ടാൽ വിചാരിക്കും രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് പണിയെടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്, 2-3 ആളെ വെച്ചിട്ട്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഭയങ്കര യുദ്ധകാലാടിസ്ഥാനത്തുള്ള പണി അവിടെ നടക്കണം വിചാരിക്കും. സംഭവം 1.5-2 കൊല്ലം കൊണ്ട് തീരേണ്ട സാധനം 3 കൊല്ലമായിട്ട് തീർന്നിട്ട് ജനങ്ങൾ ശരിക്കും വളരെയധികം ദുരിതത്തിലാണ്. താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകില്ല എന്നതും പ്രദേശവാസികൾക്ക് പ്രതിസന്ധിയാണ്. താൽക്കാലിക പാലത്തിന് ബലം കുറവാണെന്ന് പറയുന്ന പ്രദേശവാസികൾക്ക് പാലം പൊളിഞ്ഞു വീഴുമോ എന്ന ഭയവുമുണ്ട്. അത് നടപ്പാലം ഇപ്പോൾ അത്തരം പഴക്കം ചെന്നാണ്. അതിൻ്റെ അടിയിൽ കഴുങ്ങിൻ്റെ കാല് തെങ്ങിൻ്റെ കാലൊക്കെയാണ്. അത് വെള്ളം തട്ടി ദ്രവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അപകടം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത നിൽക്കുന്ന പാലം കൂടിയാണത്. 2 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ പാലത്തിന്റെ പ്രവൃത്തി 3 വർഷമായിട്ടും എങ്ങും എത്താത്തതിന്റെ അമർഷത്തിലാണ് പ്രദേശവാസികൾ. പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട്. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നോക്കാം. 2 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പാലത്തിൻ്റെ പ്രവൃത്തി തന്നെ ഏകദേശം അവർ പറയുന്നത് 60% പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. 40% അത് തന്നെ ബാലൻസ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഒരു മഴ പെയ്താൽ നമുക്കറിയാം ഈ പ്രദേശത്തോട് ഒരാൾക്ക് പോലും പോകാൻ സാധിക്കില്ല, നടന്നു പോകാൻ പോലും സാധിക്കില്ല. അത്തരത്തിൽ ദുരിതത്തിലാണ്. എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ അടിയന്തരമായി ഗവൺമെൻറ് അവരുടെ നിലപാട് വ്യക്തമാക്കണം. 2-3 പണിക്കാരെ വെച്ചുകൊണ്ട് ഉരുട്ടി പ്രവർത്തനം നിർത്തുകയാണ്. ചെറിയ കരാറുകൾ ആൾക്കാർക്ക് ഇത് സബ്ബായി കൊടുത്ത് അവരുടെ പണം കൊണ്ട് മാത്രമാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനകത്ത് ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ട്, പരാതിയുണ്ട്, വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ അവിടെ എല്ലാ രാഷ്ട്രീയ CPM ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പല പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു. BJP 2-3 പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അപ്പോൾ തുടർ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് നൽകും. വർഷ, ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടു. 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ പാലം ഇതുവരെ നിർമ്മിക്കാനായില്ല എന്നത് ശ്രദ്ധേയമാണ്. വാഗ്ദാനം മാത്രം ബാക്കിയാകുന്നു. വർഷ, കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് പാലത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുള്ള യാതൊരു ബോധവും ഇല്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ദിവസവും പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും പാലം നിർമ്മാണം പൂർത്തിയാകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. 2022 1.5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞിരുന്ന പാലത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ 3 വർഷമായിട്ടും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ബന്ധപ്പെട്ടവർ വ്യക്തമായ മറുപടി നൽകുന്നില്ല. ഇന്ന് തുറക്കും നാളെ തുറക്കും എന്നുള്ളതല്ലാതെ യാതൊരു വ്യക്തമായ മറുപടിയും നൽകുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. താൽക്കാലികമായ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഇവർ സഞ്ചരിക്കുന്നത്. അതിലൂടെ വാഹനങ്ങളൊന്നും കടന്നു പോകില്ല, നടന്നു പോകാൻ പോലും ഭയമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഒരു അപകട സാധ്യതയുള്ള താൽക്കാലിക പാലമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് സമീപ റോഡുകളിലൂടെ പാലം പ്രവർത്തനം നടക്കുന്നതിനാൽ സമീപ റോഡുകളിലൂടെ മഴ പെയ്താൽ ചെളി കാരണം നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയും പ്രദേശവാസികൾക്കുണ്ട്. അങ്ങനെ ആകെ ഈ പാലം കാരണം ഒരു ദുരിതത്തിലാണ് പ്രദേശവാസികൾ ഉള്ളത്.
പുതിയ പാലത്ത് ഒരു വലിയ പാലം വരിക എന്നുള്ളത് ഇവരുടെ ഏറെ നാളായുള്ള ആഗ്രഹമാണ്. അത് സഫലമാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് വലിയ ദുരിതമാണ്. എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി തരണമെന്നാണ് ഇവരുടെ ആവശ്യം. അതേപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളും ഈ ഒരു ആവശ്യവുമായി പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്തായാലും പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും ജനങ്ങളുടെയും തീരുമാനം.